ഈ കന്യാസ്ത്രീമാരുടെ അറസ്റ്റിൽ അസ്വാഭാവികമായിട്ട് എന്താണ് ഉണ്ടായിരിക്കുന്നത്? നോക്കൂ, 2 കന്യാസ്ത്രീകൾ, 3 ആദിവാസി പെൺകുട്ടികൾ സംശയാസ്പദമായ രീതിയിൽ കാണുന്നു. മാത്രമല്ല, പരസ്പര വിരുദ്ധമായിട്ടുള്ള അവരുടെ മൊഴികൾ, അവരെ കസ്റ്റഡിയിലെടുക്കുന്നു. അവർ പറയുന്നതിൽ വാസ്തവമുണ്ട് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് 2 വകുപ്പുകൾ ആ കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തുന്നു. സ്വാഭാവികമായി ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊക്കെ നമ്മുടെ നിയമവ്യവസ്ഥയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അവരെ കോടതിയിൽ ഹാജരാക്കുന്നു. കോടതിക്കും ബോധ്യപ്പെട്ട് കാണുമല്ലോ ഈ പറഞ്ഞതിൽ കഴമ്പുണ്ട് എന്ന്. അതുകൊണ്ടാണല്ലോ റിമാൻഡ് ചെയ്തത്. അസ്വാഭാവികമായിട്ട് എന്താണുള്ളത് ഇതിൽ? ഇവിടെ ഈ 3 പെൺകുട്ടികൾ, ഈ സിസ്റ്റേഴ്സ് ആയിരിക്കുന്ന പ്രീത മേരി, അതേപോലെ തന്നെ വന്ദന തോമസ്, ഇവരുടെ കൂടെ വന്നത് അവർ വീട്ടുജോലിക്കാവട്ടെ ആശുപത്രിയിലേക്കാട്ടെ അവരൊക്കെ 18 വയസ്സ് പൂർത്തിയായവരും ഞങ്ങൾ കുടുംബത്തിന്റെ അറിയിപ്പോട് കൂടിയിട്ട് സ്വയം തീരുമാനപ്രകാരമാണ് വരുന്നത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് അവിടെ പോലീസിന്റെ നടപടി സ്വീകരിച്ചാരാ? ബജറംഗ് ദൾ. ഇവിടെ നരേന്ദ്രമോദി ഭരിക്കുന്ന രാജ്യത്ത് ദേശീയ ഭരണം RSSഉം വിവിധ സംസ്ഥാനങ്ങളിലെ ഭരണം ബജറംഗ് ദളും VHPയും പോലെയുള്ള സംഘടനകൾ നേരിട്ട് ഏറ്റെടുക്കുകയാണ്. അവിടെ പോലീസിന്റെ പണി എന്താണ്? പോലീസ് ചെയ്യേണ്ട പണി ഇങ്ങനൊരു വിഷയം ഉണ്ടായാൽ പ്രതികരിക്കില്ലേ? എങ്ങനെ പോലീസ് അന്വേഷിച്ച് പിടിക്കുന്നത്? സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ ആ നിയമപ്രശ്നത്തിൽ ഇടപെടണം. അവിടെ ഒരാളൊരു കേസ് ചോദിക്കട്ടെ, റെയിൽവേയിലെ ടി പറഞ്ഞു പോലീസ് വരുന്നു, അറസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നു. എന്താ ബജറംഗ് ദളിന് അവിടെ ഏർപ്പാട്? ബജറംഗ് ദൾ ആരാണ്? ഇത് നോക്കി നടപടി എടുക്കാൻ BJP ഭരിക്കുന്ന സംസ്ഥാനത്തെ പോലീസിന് കഴിയില്ലേ? ഭരിക്കുന്നത് BJP. ഇവിടെ ആരാ? ഇവിടെ ഈ രാജ്യത്ത് നിയമ സംവിധാനത്തിൽ നേരിട്ട് ഇടപെടാൻ RSS ആരാ? ഇവിടുത്തെ ദേശീയ പോലീസാണോ? ബജറംഗ് ദൾ ഇവിടുത്തെ ദേശീയ പോലീസ്. ഇവരെ ആരായി പണിയേൽപ്പിച്ചത്? അവരുടെ പണിയെടുത്താ പോരെ? കേരളത്തിൽ SFIയും DYFIയും CITയും CPM ഒക്കെ പോലീസ് ചമയുന്ന നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാനത് പറയണോ? നമ്മളെ ഇവിടെ എവിടെയാണുള്ളത്? ഒരാളെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് SFI ഇവിടെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇടപെടുക. പോലീസ് സ്റ്റേഷൻ ഇറക്കി കൊണ്ടുപോയിട്ടില്ല. എത്ര ഉദാഹരണങ്ങൾ പോലീസ് സ്റ്റേഷൻ ഇറക്കി കൊണ്ടുപോയിട്ടില്ല. ഇപ്പൊ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ട് ഇരിക്കുന്ന MV ജയരാജൻ അതൊക്കെ പറയട്ടെ. രാഷ്ട്രീയ സംഘർഷങ്ങളിൽ പരസ്പര ഏറ്റുമുട്ടലുകൾ പലതും ഉണ്ടാവും. അതുപോലെയാണിത്. ഇതൊരു ക്രമസമാധാന പ്രശ്നമായിട്ട് വളർന്ന അവിടെ റെയിൽവേയിൽ TTR നേരിട്ട് സംശയം തോന്നി ഈ കുട്ടികളുടെ കാര്യത്തിൽ പോലീസിനെ അറിയിക്കുന്നത്. ആയിക്കോട്ടെ, TTR ചെയ്യുന്ന ഉത്തരവാദിത്തമാണ്. സംശയം ഉണ്ടെങ്കിൽ അറിയിക്കണം. പോലീസ് വന്ന് ചോദ്യം ചെയ്യട്ടെ. ശരിക്കുള്ള അവിടെ പോലീസിന്റെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് തങ്ങൾ പറയുന്നത് പോലെ FIR ഇടണമെന്ന് പറഞ്ഞുകൊണ്ട് ആ 2 കന്യാസ്ത്രീ ജയിലിൽ അടച്ചത് നിർബന്ധ ബുദ്ധിയിലാണ്. ആരുടെ നിർബന്ധ ബുദ്ധിയിൽ? ബജറംഗ് ദൾ വന്നു. ബജറംഗ് ദൾ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് പോലീസ് FIR ഇട്ടത് എന്ന വിവരം താങ്കൾക്ക് എവിടെ നിന്ന് ലഭിച്ചു? ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഏത് ദേശീയ മാധ്യമം? നമ്മളെ ഇഷ്ടംപോലെ ഉണ്ട്. ഇഷ്ടംപോലെ മാധ്യമങ്ങൾ ഗൂഗിൾ എടുത്ത് തുറന്നാൽ കാണാം. ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ എത്ര അങ്ങനെയാണെങ്കിൽ വാദത്തിന് വേണ്ടി ഒരു കാര്യം ചോദിക്കട്ടെ. ബജറംഗ് ദളിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് ഇങ്ങനെ ഒരു FIR ഇടുന്നു. അത് കോടതിയിൽ ഹാജരാക്കിയല്ലോ ഈ 2 കന്യാസ്ത്രീകളെയും. അപ്പോ മജിസ്ട്രേറ്റിനെയും ബജറംഗ് ദൾ ഭീഷണിപ്പെടുത്തിയോ ഇവരെ റിമാൻഡിൽ? ഒരു കേസ് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പോലീസ് അന്വേഷിക്കണം, തെളിവെടുപ്പ് പോകണം എന്നൊക്കെ പറയുന്ന സമയത്ത് ചില മജിസ്ട്രേറ്റുമാർ ഇവിടെ പലതരത്തിൽ ഞാൻ കോടതിയെ കുറ്റം പറയല്ല, നമ്മൾ പല തരത്തിലുള്ള വിധികളും പലതരത്തിലുള്ള ആളുകളെയും ഒക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. കോടതികളുടെ വിശുദ്ധി നന്നാവട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ള കോടതിയുടെ സ്വതന്ത്രമായ സാഹചര്യങ്ങളൊക്കെ തന്നെ വേറെ ചർച്ച ചെയ്യാം. ഇവിടെ ഈ ഒരു ഫ്ലോറിൽ ഇരുന്നുകൊണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇനി എന്റെ പുറകെ കോടതികൾ വന്നിട്ട് നമുക്ക് അതിലൂടെ സമയം കിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത് വേറെ നിൽക്കട്ടെ. കോടതികൾ എന്താണ് സ്ഥിതി, ചില കോടതികളിലൊക്കെ തന്നെ എന്താണ് സ്ഥിതി എന്നും നമ്മളിവിടെ എന്തിനാ ഇംപീച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ബജറംഗ് ദൾ ഇടപെട്ടതാണ് താങ്കളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം. ബജറംഗ് ദളാണ് ഇവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നിർബന്ധിച്ചതും. അങ്ങനെ ഛത്തീസ്ഗഡിലെ പോലീസ് അതാണ് അടിസ്ഥാന പ്രശ്നം. ബജറംഗ് കന്യാസ്ത്രീകളെ നിരപരാധികളായ കന്യാസ്ത്രീകളെ ബജറംഗ് ദൾ നിർബന്ധിച്ചുകൊണ്ട് ഇപ്പൊ അറസ്റ്റ് ചെയ്യണമെന്ന് വാശി പിടിച്ചപ്പോ അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നു. ഇത് എന്ത് സംവിധാനമാണ്? ഈ രാജ്യത്തിന് ഭരണഘടനയില്ലേ?
ആ കുട്ടി പറഞ്ഞത് കേട്ടോ? പോലീസ് സ്റ്റേഷനിൽ വെച്ചൊരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ആ കുട്ടി പറഞ്ഞത് കേട്ടോ? ഇല്ലല്ല, ആ 3 കുട്ടികളും മൊഴി കൊടുത്തിട്ടുണ്ട്. തങ്ങൾ അച്ഛനും മാതാപിതാക്കളുടെ സമ്മതത്തോടുകൂടി തങ്ങൾ ക്രിസ്ത്യാനികളാണ്, വിശ്വാസികളാണ്. തെറ്റി 3 കുട്ടികളും കൊടുത്തിട്ടില്ല. 3 കുട്ടികളും ഒരുപോലുള്ള മൊഴി കൊടുത്തിട്ടില്ല. പിന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പലതരത്തിൽ ഭീഷണിപ്പെടുത്തി. അവിടെയും ബജറംഗ് ദൾ പ്രവർത്തകർ എത്തിയോ? പോലീസ് സ്റ്റേഷനിലും ബജറംഗ് ദൾ പ്രവർത്തകർ എത്തി ഭീഷണിപ്പെടുത്തിയോ കുട്ടിയെ? അങ്ങനെയാണ് 3 ബജറംഗ് ദൾ പ്രവർത്തകർ അങ്ങനെയാണ് 3 കുട്ടികളെ ഇതുപോലെ പറയണ്ടേ? എങ്ങനെ 3 കുട്ടികളും ഇതുപോലെ പറയണ്ടേ? ഞങ്ങൾക്കറിയില്ല. 3 കുട്ടികളെ പോലീസ് സ്റ്റേഷനിൽ വെച്ചുകൊണ്ട് സമ്മർദ്ദത്തിലൂടെ എന്തെങ്കിലും പറയിപ്പിച്ചെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ കുട്ടികൾ ആദ്യം കൊടുത്ത മൊഴി തങ്ങളുടെ മാതാപിതാക്കളുടെ ഈ പെണ്ണ് കൊടുത്തുള്ള മൊഴി മാതാപിതാക്കളുടെ സമ്മതത്തോടെയാണ്. ആ കുട്ടികൾ 18 വയസ്സായ കുട്ടികളല്ലേ? അവർക്കൊരു പോകണമെന്ന് വെക്കുക. എന്താ തടസ്സം? അവർക്കൊരു ജോലിക്ക് പോകണമെങ്കിൽ അതിന് സ്വാതന്ത്ര്യമല്ലേ? ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യമല്ലേ? അത് ബജറംഗ് ദളിനോടോ RSSനോടോ അനുവാദം വാങ്ങണോ? ഈ രാജ്യത്ത് എന്താ ഈ ഒരു സാഹചര്യം മുന്നോട്ട് പോകുന്നത്? എല്ലാവരെയും മതം മാറ്റുക എന്നുള്ള ഒരു സംശയത്തിലാണ്. ട്രാഫിക്കിങ്ങിനെ, മനുഷ്യക്കടത്തിനെ RJD പൂർണ്ണമായും അനുകൂലിക്കുന്നുണ്ട് അല്ലെ? ആർക്ക് വേണമെങ്കിൽ ആരെയും എവിടെയും കൊണ്ടുപോകാം, ഒരു കുഴപ്പമില്ല അല്ലെ? ഇത് മനുഷ്യക്കടത്താണോ? അല്ല, 18 വയസ്സായ അവരുടെ താല്പര്യമില്ലാതെ, ഇഷ്ടമില്ലാന്ന് ഒരു കുട്ടി പറയുന്നു. ആ കുട്ടി പറയുന്നത് എന്താ താങ്കൾ മുഖവിലേക്ക് എടുക്കാത്തത്? എനിക്ക് താല്പര്യമില്ല, എനിക്കറിയില്ല, എവിടെയാ കൊണ്ടുപോകുന്നത് അറിയില്ല എന്നൊരു കുട്ടി പറഞ്ഞാൽ പിന്നെ അതാ വിശ്വസിക്കണോ? അതൊക്കെ അവിടെ സമ്മർദ്ദത്തിലൂടെ പല തരത്തിലുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിട്ട് പെൺകുട്ടികളാണ്, ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളാണ് ഇവിടെ ഈ രാജ്യത്ത് മുഴുവനും BJP അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ആളുകൾ. നേരത്തെ ഇവിടെ പറഞ്ഞു തോന്നുന്നു, ഏകദേശം 2024 ഏറ്റവും ഇവിടെ അവസാനം വന്ന യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്ക് പ്രകാരം 834 ഒരു ദിവസം 2-ലധികം ക്രിസ്ത്യാനികൾ ആക്രമിക്കുകയാണ്. ശരാശരി 2-ൽ കൂടുതൽ ക്രിസ്ത്യാനികൾ ഒരു ദിവസം ഈ രാജ്യത്ത് ആക്രമിക്കപ്പെടുകയാണ്. 2014 നരേന്ദ്രമോദി പറയട്ടെ, 2014 ഞാൻ പറഞ്ഞു തീർക്കട്ടെ, നിങ്ങൾ ഇവര് പറയുന്ന സമയത്ത് നിങ്ങൾ ആരുടെ കണക്കാ? യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം അല്ല യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്കാണ്. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം അവരുടെ കമ്മിറ്റിയുടെ കണക്കാണ്. അവര് 2014 151 അക്രമങ്ങൾ ഉണ്ടായത് കോൺഗ്രസിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അവർ ഉത്തരം പറയണം. പക്ഷെ ഇന്നത് 834 ഒരു ദിവസം 2.5 ക്രിസ്ത്യാനികൾ രാജ്യത്ത് ആക്രമിക്കപ്പെടുകയാണ്. നമ്മൾ ഈ ഉത്തർപ്രദേശിലെ വിവിധ പ്രാർത്ഥനാലയങ്ങളിൽ നിന്ന് അടിച്ചോടിക്കുകയാണ്. ഒരു സാധന എന്ന് പറയുന്ന ഒരു കന്യാസ്ത്രീയൊക്കെ അവരെ വീട്ടിൽ നിന്ന് അടിച്ചോടിച്ച കഥ നമ്മൾ വായിച്ചില്ലേ? കന്യാസ്ത്രീകളെ തരൂരിലൂടെ അടിച്ചുഓടിക്കുകയല്ലേ? ഈ നിയമം കയ്യിലെടുക്കാൻ ഇവരെ ആരാ അധികാരം കൊടുത്തത്? പശ്ചിമ ബംഗാളിൽ സലിം മടവൂര് കണ്ടിട്ടില്ല അല്ലേ? പശ്ചിമ ബംഗാളിൽ കളിക്കേണ്ട കാര്യമല്ല. ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സാധിക്കണം. നിൽക്കുന്നില്ല. പക്ഷെ അതിന്റെ മറവിൽ ചില ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്, ചില നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിനെ എന്തായാലും ചോദ്യം ചെയ്യേ പറ്റൂ. നിയമത്തിനകത്ത് നിന്ന് പ്രവർത്തിക്കാം ഏത് പൗരനാണെങ്കിലും. അത് കന്യാസ്ത്രീയാണെങ്കിലും, ഞാൻ പറഞ്ഞു, അത് സന്യാസിയാണെങ്കിലും സന്യാസിനിയാണെങ്കിലും ആരാണെങ്കിലും നിയമത്തിനകത്ത് നിന്ന് പ്രവർത്തിക്കാം. നിയമവിരുദ്ധമാണെങ്കിൽ പോലീസ് ഇടപെടും. ഗ്രഹാം സ്റ്റെയിൻസിനെ പോലെ കുഷ്ഠരോഗ രോഗികളുടെ ഇടയിൽ ഇടപെട്ട അത്രയും പാവപ്പെട്ട ആളുകൾ അയാളെ കുട്ടികളെ ചുട്ടുകൊല്ലുന്നിടത്തേക്ക് ഈ സംഘപരിവാറിന്റെ വിദ്വേഷ രാഷ്ട്രീയം വളരെയേറെ മാറുകയാണ്. അതിനെയൊക്കെ നിയന്ത്രിക്കാൻ ഈ രാജ്യത്ത് സംഘപരിവാറിന്റെ നേതൃത്വം ഉണ്ടോ? അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പൊ അതിനെയൊക്കെ ചോദ്യം അത് വീണ്ടും വളരുകയാണ്. ഇപ്പോ ഈ പുതിയ നൂറ്റാണ്ടിൽ ഈ 2026 പോകുന്ന സമയത്ത് 25-ലെത്തിയിട്ടും ഈ രാജ്യത്ത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേൾക്കുമ്പോൾ എന്തൊരു നാണക്കേടാണ്. എന്താ ഈ രാജ്യത്ത് നടക്കുന്നത്? ഇവിടെ പശുവിനെ കടത്തുന്നതിന് പിടികൂടുന്നു, കന്യാസ്ത്രീകളെ പിടിച്ച് ജയിലിൽ അടയ്ക്കുന്നു, അതേപോലെ തന്നെ ചർച്ചുകൾ അടിച്ചു പൊളിക്കുന്നു. നമ്മൾ കണ്ടതല്ലേ, ചർച്ചുകൾ അടിച്ചു പൊളിക്കുന്നു, ആളുകളെ നഗ്നരായി നടത്തി മാർച്ച് നടത്തിക്കുന്നു. പിന്നെ മണിപ്പൂരില് അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ പഴയ തന്നെ ധാരാളമാണ്. എല്ലാ കാലത്തേക്കുള്ള സാധനം ഇവിടെ സംഘപരിവാർ കുറച്ചു കാലം കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ രാജ്യത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത, മുറി ഉണങ്ങാത്ത രൂപത്തിലുള്ള ധാരാളം സംഭവങ്ങളുണ്ട്. അതൊക്കെ രാജ്യത്തെ ജനങ്ങൾ കാണുന്നതല്ലേ? ഇതൊക്കെ ജനങ്ങൾ കാണുന്നതല്ലേ? ഇത്രയും വ്യാപകമായിട്ട് രാജ്യത്ത് ഓരോ ദിവസവും ആക്രമിക്കുകയാണ്. ഒരു വിഭാഗത്തെ എന്താ ഭയപ്പെടുന്നത്? അവർ ചെയ്യട്ടെ, അവർ സ്കൂളുകൾ നടത്താൻ. ഈ രാജ്യത്ത് പണ്ട് മുതലേ സ്കൂളുകൾ നടത്തിക്കൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് പ്രവർത്തിച്ചത് സ്കൂളുകൾ ആക്രമിക്കുന്നില്ലേ? ആക്രമിക്കുന്നു. നിങ്ങൾ മണിപ്പൂരിൽ പോയി നോക്കൂ. ക്രിസ്ത്യൻ സ്കൂൾ എത്ര ഞാൻ നാളെ യാത്ര ചെയ്ത് കണ്ടു. കുക്കി മേഖലയിൽ ക്രിസ്ത്യൻ സ്കൂളുകൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മള് നാഗാലാൻഡിലെ കൊഹിമയിൽ നിന്ന് നേരെ ഇംഫാലിലേക്ക് സഞ്ചരിക്കുമ്പോൾ
പല സ്ഥലത്തും ഞാൻ സഞ്ചരിച്ച വാഹനത്തിന്റെ ഡ്രൈവർ ചൂണ്ടിക്കാണിച്ചത് ക്രിസ്ത്യൻ വിദ്യാലയങ്ങളും മുസ്ലിം വിദ്യാലയങ്ങളും മാത്രം ആക്രമിക്കപ്പെടുന്നതേ കാണുള്ളൂ സലീം മടവൂരിനെ പോലുള്ളവർ. ഇപ്പുറത്ത് എന്താ നടക്കുന്നതെന്ന് താങ്കൾക്ക് അറിയില്ല അല്ലെ? അതൊക്കെ അവിടെ നിൽക്കട്ടെ അല്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്നാണ് ഞാൻ സഞ്ചരിച്ച മേഖലയിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ സഞ്ചരിച്ച ഓക്കെ, അതാണ് രാഷ്ട്രീയം. ആ രാഷ്ട്രീയ മുതലെടുപ്പാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത് സലീം മടവൂർ. അത് വെച്ചാണ് 2 ദിവസങ്ങളായി സംഘപരിവാർ വിരുദ്ധ അജണ്ടയുമായി കേരളത്തിലെ LDF UDF മാത്രമല്ല ഞങ്ങൾ എല്ലാ മാധ്യമങ്ങളും ഇത് വലിയ വിഷയമായി കൊണ്ടാടുകയാണ്. ഞാൻ ഒറ്റക്കാര്യം ചോദിച്ചോട്ടെ സലീം മടവൂർ, ചോദിച്ചോട്ടെ, ബംഗാളിൽ അവിടെ എത്ര ഹിന്ദുക്കളെ കൂട്ടക്കൊല നടത്തി? ബംഗ്ലാദേശിൽ ഹിന്ദു വംശഹത്യ നടന്നില്ലേ? ഏതെങ്കിലും ഒരു മാധ്യമം ചർച്ച ചെയ്തോ? താങ്കളെ പോലുള്ള ഇടതുമുന്നണിയുടെ ഏതെങ്കിലും ഒരു നേതാവ് വിഷയമാക്കി അവതരിപ്പിച്ചോ? ബംഗ്ലാദേശിലെ ഹിന്ദു കൂട്ടക്കൊലക്കെതിരെ വ്യക്തമായി അപലപിച്ചുകൊണ്ട് ഈ ഫ്ലോറിൽ വന്ന് ചർച്ചയിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. മാത്രമല്ല അതിനുള്ള ആർജവം ആർക്കുമില്ല. ബംഗ്ലാദേശിലെ ഹിന്ദു സമുദായത്തിന്റെ ഞങ്ങൾ പ്രസ്താവന ഇറക്കി എന്നൊക്കെ പറയും. അല്ലല്ല ബംഗ്ലാദേശിലെ ഹിന്ദു സമുദായ സംഘടനയുടെ ദേശീയ ജനസാധ്യത പേരെന്നോട് പറഞ്ഞു. അദ്ദേഹത്തെ വീഡിയോയിൽ ഇന്റർവ്യൂ ചെയ്ത യൂട്യൂബ് ചാനലിൽ അവരുടെ ഹിന്ദു സമുദായത്തിന്റെ പ്രശ്നങ്ങൾ പരസ്യപ്പെടുത്തിയ ഒരാളൂടെ ഞാൻ. അതിലൊന്നും യാതൊരു വിട്ടുവീഴ്ചയില്ല. ആക്രമിക്കപ്പെട്ടാൽ ക്രിസ്ത്യാനികൾ സോഷ്യലിസ്റ്റുകാർക്ക് അല്ല ഒരുപോലെ. പാർലമെന്റ് മന്ദിരത്തിന് പുറത്ത് രാജ്യസഭ CPMന്റെ രാജ്യസഭാ അംഗങ്ങൾ, CPIയുടെ രാജ്യസഭാ അംഗങ്ങൾ അവര് പ്ലക്കാർഡ് ഉയർത്തി ഇതാ ന്യൂനപക്ഷ വേട്ട നടക്കുന്നു, ക്രൈസ്തവ വേട്ട നടക്കുന്നു എന്ന്. ഈ പ്ലക്കാർഡ് ഉയർത്തിയ CPIയുടെയും രാജ്യസഭാ അംഗങ്ങൾ, CPMന്റെ ഏക കലവിരുദ്ധരി കെ രാധാകൃഷ്ണൻ MP ഇവിടെ ബംഗ്ലാദേശിലും അതുപോലെ പശ്ചിമ ബംഗാളിലും ഹിന്ദുക്കൾക്ക് നേരെ അതിക്രമം നടന്നപ്പോ പ്ലക്കാർഡ് ഉയർത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. സലീം മടവൂർ വരുന്ന മണിക്കൂറുകളിൽ താങ്കൾ അതിന് മറുപടി പറയണം. തിരികെയെത്താം ഇടവേളയ്ക്ക് ശേഷം. ഉന്നതമായ പങ്ക് വഹിച്ച പാരമ്പര്യമാണ്